ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോട്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. ഇത് പാർട്ട് 5 ആണ്. ഇതിന് മുമ്പുള്ള പാർട്ട് കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. പബ്ലിക് ക്ലൗഡ് നയം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് പബ്ലിക് ക്ലൗഡ് നയം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്ഫൂർത്തി. സ്ഫൂർത്തി എന്നാണ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. സ്ഫൂർത്തിയുടെ ഫുൾ ഫോമാണ് സ്മാർട്ട് ഫ്രൈറ്റ് ഓപ്പറേഷൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിയൽ ടൈം ഇൻഫോർമേഷൻ. സ്മാർട്ട് ഫ്രൈറ്റ് ഓപ്പറേഷൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിയൽ ടൈം ഇൻഫോർമേഷൻ. US സാമ്പത്തിക കാര്യ വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് മനീഷ സിംഗ്. മനീഷ സിംഗ് ആണ് US സാമ്പത്തിക കാര്യ വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഇന്ത്യൻ വംശജ. 2018 IPL 11ാം സീസൺ ലേലത്തിലെ മൂല്യമേറിയ താരമാണ് ബെൻ സ്റ്റോക്സ്. രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണ് അദ്ദേഹം. ബെൻ സ്റ്റോക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബെൻ സ്റ്റോക്സ് ആണ് IPL 11ാം സീസൺ ലേലത്തിലെ മൂല്യമേറിയ താരം. 2018 നിശാഗന്ധി പുരസ്കാര ജേതാക്കളാണ് VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. 2018 നിശാഗന്ധി പുരസ്കാര ജേതാക്കളാണ് VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ. 2018 പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് P പരമേശ്വരൻ. P പരമേശ്വരനാണ് 2018 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ മേധാവിയാണ് ഉഷ അനന്തസുബ്രഹ്മണ്യം. ഉഷ അനന്തസുബ്രഹ്മണ്യമാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ മേധാവി. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിതനായത് ഓം പ്രകാശ് റാവത്താണ്. ഓം പ്രകാശ് റാവത്താണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത്. സ്ഥാനമൊഴിഞ്ഞത് അജൽ കുമാർ ജ്യോതിയാണ്. മധ്യപ്രദേശ് ഗവർണറായി പുതുതായി ചുമതലയേറ്റ വ്യക്തിയാണ് ആനന്ദിബെൻ പട്ടേൽ. ആനന്ദിബെൻ പട്ടേലാണ് മധ്യപ്രദേശ് ഗവർണറായിട്ട് പുതുതായിട്ട് ചുമതലയേറ്റത്. 2018 പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ഡോക്ടർ MR രാജഗോപാൽ. അദ്ദേഹത്തിന് സ്വാന്തനം ചികിത്സയ്ക്കാണ് കിട്ടിയത്. പിന്നെ ലക്ഷ്മിക്കുട്ടി നാട്ടുവൈദ്യം. ഇപ്രാവശ്യത്തെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ടുപേരാണ്. ഡോക്ടർ MR രാജഗോപാലും ലക്ഷ്മിക്കുട്ടിയുമാണ്. ഡോക്ടർ MR രാജഗോപാൽ, ലക്ഷ്മിക്കുട്ടി. അടുത്തിടെ സർക്കാർ ഉദ്യോഗങ്ങളിൽ അനാഥരായവർക്ക് 1% സംവരണം അനുവദിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ അനാഥരായവർക്ക് 1% സംവരണം അനുവദിച്ച സംസ്ഥാനം. 10ാമത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള, അല്ലെങ്കിൽ ITFOK എന്ന് പറയാം. ITFOK 2018 വേദിയാണ് തൃശ്ശൂർ. തൃശ്ശൂരാണ് ITFOK 2018 വേദി. BSNL 4G സംവിധാനം കേരളത്തിൽ നിലവിൽ വരുന്നത് ഉടുമ്പൻചോലയിലാണ്. ഉടുമ്പൻചോലയിലാണ് BSNL 4G സംവിധാനം ആദ്യമായിട്ട് കേരളത്തിൽ നിലവിൽ വരുന്നത്. ഡൽഹിയിലെ പ്രസിദ്ധമായ തീൻമൂർത്തി ചൗക്ക് യുദ്ധസ്മാരകത്തിൻ്റെ പുതിയ പേരാണ് തീൻമൂർത്തി ഹൈഫ ചൗക്ക്. തീൻമൂർത്തി ഹൈഫ ചൗക്ക്. 7ാമത് രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവ് 2018 വേദിയാണ് കർണാടക. കർണാടകത്തിൽ വെച്ചാണ് 7ാമത്തെ രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവ് നടക്കുന്നത്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് കേരള ആക്സിലറേറ്റർ പ്രോഗ്രാം. കേരള ആക്സിലറേറ്റർ പ്രോഗ്രാം എന്നത് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് കേരള ആക്സിലറേറ്റർ പ്രോഗ്രാം. BBIN മോട്ടോർ വെഹിക്കിൾ എഗ്രിമെൻറ്റിൽ അംഗങ്ങളായ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് BBIN മോട്ടോർ വെഹിക്കിൾ എഗ്രിമെൻറ്റിൽ അംഗങ്ങളായ രാജ്യങ്ങൾ. ICT മേഖലയിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യമാണ് ശ്രീലങ്ക. ICT എന്ന് പറഞ്ഞാൽ
ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മേഖലയിൽ ഇന്ത്യയുമായിട്ട് കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ശ്രീലങ്ക. അടുത്തിടെ സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരത്തിന് അർഹനായത് വിശാൽ ഭരദ്വാജാണ് സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരത്തിന് അർഹനായത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബിച്ചു തിരുമലയ്ക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് എസ് ശർമ്മയാണ് എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സൈബർ കുറ്റാന്വേഷക പുരസ്കാര ജേതാവാണ് ഡോക്ടർ ധന്യ മേനോനാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ സൈബർ കുറ്റാന്വേഷക പുരസ്കാര ജേതാവ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവ വേദിയാണ് തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവ വേദി എന്ന് പറയുന്നത്. 2018 കീർത്തിചക്ര ലഭിച്ച കരസേനാ ഉദ്യോഗസ്ഥനാണ് മേജർ വിജയന്ത് ബിഷ്ടിനാണ് 2018 കീർത്തിചക്ര ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖ ഗുഹ കണ്ടെത്തിയ രാജ്യമാണ് മെക്സിക്കോയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖ ഗുഹ കണ്ടെത്തിയ രാജ്യം. ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശ്യാമവിപ്ലവം എന്ന പദ്ധതിയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. മികച്ച കോർപ്പറേഷനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മഹാനഗരപാലിക പുരസ്കാരം ആദ്യമായി നേടിയത് കൊല്ലം കോർപ്പറേഷനാണ് മികച്ച കോർപ്പറേഷനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മഹാനഗരപാലിക പുരസ്കാരം ആദ്യമായിട്ട് നേടിയത്.